നന്ദൻകോട് കൂട്ടക്കൊലക്കേസിൽ പ്രതി കുറ്റക്കാരൻ എന്ന് കോടതി. ശിക്ഷാവിധി നാളെ. തിരുവനന്തപുരം സെഷൻസ് കോടതിയാണ് വിധി പ്രസ്താവിക്കുക. കേതൽ ജിഡ്സൺ രാജയാണ് കേസിലെ ഏക പ്രതി. വിവരങ്ങളുമായി അഖിൽ പാലോട്ട് മഠം ചേരുകയാണ്. അഖിൽ, തലസ്ഥാനത്തെ വലിയ ആശങ്കയിൽ ആഴ്ത്തിയ ഒരു സംഭവമായിരുന്നു 2017 നടന്നത്. ക്ലിഫ് ഹൗസിന് സമീപമുള്ള ഈ വീട്ടിലാണ് കൂട്ടക്കൊല നടന്നത്. എന്താണ് കോടതി കണ്ടെത്തിയിരിക്കുന്ന കാര്യങ്ങൾ? പ്രതി കുറ്റക്കാരനെന്ന് കോടതി പറഞ്ഞിരിക്കുന്നു. മറ്റു വിവരങ്ങൾ എന്തെല്ലാമാണ്? നീലിമ, തിരുവനന്തപുരം നഗരത്തിലെ പ്രധാനപ്പെട്ട, അതായത് മുഖ്യമന്ത്രിയുടെ വസതിയിരിക്കുന്ന ആ സ്ഥലത്ത് നന്ദൻകോട് തന്നെയാണ് ഇത്തരത്തിലൊരു കൊലപാതകം, കൂട്ടക്കൊല നടന്നിരിക്കുന്നത്. ഈ ആഭിചാരക്രിയയുടെ ഭാഗമായിട്ട് എന്ന ആദ്യ തരത്തിലൊരു പ്രചരണം നടത്തിയിരുന്നു എങ്കിൽ പോലും അച്ഛനോടും അമ്മയോടും സഹോദരിയോടുമുള്ള വൈരാഗ്യമാണ് ഏക പ്രതിയായ കേതൽ ജിംസൺ രാജ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഇത്തരത്തിലൊരു കൊലപാതകം നടത്തിയിരിക്കുന്നത്. 2017 ഏപ്രിൽ മാസം 5-ാം തീയതിയാണ് ആദ്യ കൊലപാതകം നടത്തുന്നത്. അതിൽ പ്രതി അമ്മയെ താൻ പുതിയതായി ഡൗൺലോഡ് ചെയ്ത ഒരു വീഡിയോ ഗെയിം കാണിച്ചു തരാമെന്ന് പറഞ്ഞ് 2ാമത്തെ നിലയിൽ കൊണ്ടുപോവുകയും താൻ പ്രതി പ്ലക്കാർഡ് വഴി ഓർഡർ ചെയ്ത മഴുകൊണ്ട് വെട്ടി കൊലപ്പെടുത്തുകയുമാണ് ചെയ്തത്. അതിനുശേഷം അന്ന് വൈകുന്നേരം തന്നെയാണ് അച്ഛനെയും സഹോദരിയെയും അത്തരത്തിൽ മഴുകൊണ്ട് വെട്ടിക്കൊലപ്പെടുത്തുന്നത്. ഏപ്രിൽ മാസം 6-ാം തീയതിയാണ് ബന്ധുവും അന്ധയുമായ ലളിത എന്ന് പറയുന്ന സ്ത്രീയെ, 70 വയസ്സുകാരിയായ ആ സ്ത്രീയെ കൂടി കൊലപ്പെടുത്തുന്നത്. 8-ാം തീയതിയോടുകൂടി ഈ മൃതദേഹങ്ങൾ 4ഉം കത്തിച്ചു കളയുന്നതിലേക്ക് വേണ്ടി ആദ്യഘട്ടത്തിൽ ഒരു ശ്രമം നടത്തുന്നു. പക്ഷെ അത് പരാജയപ്പെടുകയും രണ്ടാമത് ബന്ധുക്കളും അതുപോലെ തന്നെ അയൽവാസികളും ഒക്കെ തന്നെ ഇവരെ കാണാത്തത് കൊണ്ട് ഒരു ചെറിയ പരിശോധന നടത്തുകയും പരിശോധനയിൽ പക്ഷെ അതൊന്നും കണ്ടെത്താനും സാധിച്ചിരുന്നില്ല. ഏപ്രിൽ മാസം 8-ാം തീയതിയോടുകൂടി തന്നെ പൂർണ്ണമായും ഇത് കത്തി നശിപ്പിക്കുന്നതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം പ്രതി നടത്തിയിരുന്നു. പക്ഷെ അത് വലിയ രീതിയിലുള്ള ഒരു അഗ്നിബാധയായി വീട്ടിൽ പ്രവേശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായതിനെ തുടർന്നാണ് വലിയ രീതിയിൽ പോലീസ് അന്വേഷണം ഉണ്ടാകുന്നത്. ആ സമയം തന്നെ പ്രതി വീട്ടിൽ നിന്നും 60,000 രൂപയുമായി തമിഴ്നാട്ടിലേക്ക് കടന്നിരുന്നു. അതിനുശേഷമാണ് ഏപ്രിൽ മാസം 10-ാം തീയതി കൂടിയാണ് പ്രതിയെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. എന്നാൽ അത്തരത്തിൽ ആ പ്രതിയെ അറസ്റ്റ് ചെയ്ത് ആദ്യ ചോദ്യം ചെയ്യലിലൊക്കെ തന്നെ പ്രതി പറഞ്ഞിരുന്നത് താൻ ആത്മാവിനെ വേർപെടുത്തി സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നതിലേക്കുള്ള ഒരു ആഭിചാരക്രിയയുടെ ഭാഗമായിട്ടായിരുന്നു ഇത്തരത്തിൽ കൊലപാതകം നടത്തിയതെന്നായിരുന്നു ആദ്യഘട്ടത്തിൽ പ്രതി പറഞ്ഞിരുന്നത്. പക്ഷേ അന്വേഷണ ഉദ്യോഗസ്ഥർ അത് സംബന്ധിച്ച് ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളും ഈ പ്രതിക്ക് അറിയില്ലായിരുന്നു. അതിനുശേഷം ഏപ്രിൽ മാസം 15-ാം തീയതി പോലീസ് ക്ലബിൽ വെച്ച് പ്രതിയെ ചോദ്യം ചെയ്യുന്നതിന് പിന്നാലെയാണ് പിതാവിനോടുള്ള വൈരാഗ്യമാണ്, കുടുംബാംഗങ്ങളോടുള്ള വൈരാഗ്യമാണ് പ്രതിയെ ഇത്തരത്തിലൊരു കൂട്ടക്കൊല ചെയ്യുന്നതിലേക്ക് വേണ്ടി പ്രേരിപ്പിച്ചത് എന്നതായിരുന്നു പോലീസിന്റെ കണ്ടെത്തൽ. അതിൽ പ്രധാനമായും പറയുന്നത് പ്രതിയുടെ അച്ഛൻ റിട്ടയർമെന്റിന് ശേഷം പൂർണ്ണമായും മദ്യപാനത്തിലേക്ക് പോകുന്നു. അതിനുശേഷം പ്രതിയെ നിരന്തരം ദിവസവും വഴക്കു പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലാണ് പ്രതിക്ക് അച്ഛനോടും അതുപോലെ തന്നെ ഉപരിപഠനത്തിന് പോയ സഹോദരിയോടും ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള ഒരു വൈരാഗ്യം ഉണ്ടാകുന്ന, അത് കൊലപാതകത്തിലേക്ക് പോയി എന്നതാണ് ഇപ്പോൾ കോടതിയിൽ കണ്ടെത്തലായി അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ വാദങ്ങളായി നിരത്തിയിട്ടുള്ളത്. എന്തായാലും കോടതി ഇപ്പോൾ കെ വി വിഷ്ണുവാണ് തിരുവനന്തപുരം സെഷൻസ് 3ാമത്തെ കോടതിയിലെ ജഡ്ജിയാണ് ഇപ്പോൾ പ്രതി കുറ്റക്കാരനാണ് എന്ന വിധിച്ചിരിക്കുന്നത്. പൂർണ്ണമായിട്ടുള്ള ശിക്ഷാവിധി നാളെയായിരിക്കും ആ വാദമുണ്ടാകുന്നത്. പൂർണ്ണമായിട്ടുള്ള വധശിക്ഷ അടക്കം നൽകണമെന്നൊരു വാദമാണ് പ്രോസിക്യൂഷൻ ഇപ്പോൾ നിലവിൽ മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ ഏത് തരത്തിൽ ഡെത്ത് പെനാൽറ്റി അടക്കം നൽകുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാരണം കേസ് അപൂർവങ്ങളിൽ അപൂർവമാണ് എന്ന് പറയുന്നുണ്ട് എങ്കിൽ പോലും അതിനെ ആ സാഹചര്യത്തിൽ കണക്കിലെടുക്കാൻ കോടതി കഴിയുമോ എന്നുള്ള ഒരു സംശയം നിലനിൽക്കുന്നുണ്ട്. എന്തായാലും നാളെയായിരിക്കും പ്രതി ഏത് തരത്തിലാണ് കുറ്റകൃത്യം നടത്തിയത് എന്നതൊക്കെ മുഖവിലേക്കെടുത്ത് അല്ലെങ്കിൽ പ്രതിക്ക് ഏത് തരത്തിലുള്ള ശിക്ഷയാണ് നൽകേണ്ടത് എന്നുള്ള ഒരു കാര്യത്തിലേക്ക് പോവുക. എന്തായാലും ഈ ആഭിചാരക്രിയയുടെ ഭാഗമായി അല്ലെങ്കിൽ മാനസിക രോഗത്തിന്റെ ഭാഗമായിട്ടൊന്നുമല്ല പ്രതി ഇത്തരത്തിലുള്ള ഒരു കൊലപാതകം നടത്തിയെന്ന് പൂർണ്ണമായും ഇലക്ട്രോണിക്സ് എവിഡൻസിന്റെ, അതായത് സാങ്കേതിക സംവിധാനം. കൂട്ടക്കൊലക്കേസിൽ പ്രതി കുറ്റക്കാരനെന്ന് കോടതി വിധിച്ചിരിക്കുകയാണ്. ശിക്ഷാവിധി നാളെ ആണ് കോടതി പറയുക. വിവരങ്ങളാണ് അഖിൽ പാലോട്ട് മഠം നൽകിയത്.